വെരി ഗുഡ് മോർണിംഗ്. ദേവൻ്റെ മാഡ് വൈബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നിങ്ങൾ റീൽസിൽ മാത്രം കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? റീൽസിൽ മാത്രം കമൻ്റ് ഇട്ടാൽ ഞാൻ ഈ ഫുൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ എഫർട്ടൊക്കെ എന്താ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഫുൾ വീഡിയോയിലും വന്ന് കമൻ്റ് ഇടൂ, വാരിക്കോരി കമൻ്റ് ഇടൂ. എന്തായാലും ഫേക്ക് അക്കൗണ്ട് കൂടെ ആണെങ്കിലും നല്ല അക്കൗണ്ടിൽ കൂടെ ആണെങ്കിലും നല്ല കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ലോങ് വീഡിയോയിലും മടിച്ചു നിൽക്കാതെ കമൻ്റ് ഇടണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. യെസ്, ബിഗ് ബോസ് സീസൺ 6 ഗബ്രി ജാസ്മിൻ ആക്ച്വലി അവർ നല്ല രീതിയിൽ ഒരു കോണേർഡ് ആവുന്നുണ്ട്. മറ്റ് കണ്ടസ്റ്റൻസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു വൈബ് വരുന്നുണ്ട്. ഇന്നലെയൊക്കെ അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെ റോക്കിയും മുടിയനൊക്കെ മാറി നിൽക്കുമായിരുന്നു. ഫുഡ് മണത്ത് നോക്കാൻ പാടില്ല എന്നറിയില്ലേ? മണത്ത് നോക്കാൻ പാടില്ല, അല്ലാതെ കഴിക്കേ. അപ്പം പൊന്നു ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവരൊന്നും ഇടപെടുന്നില്ല. കാരണം അറിയാലോ, ഋഷിക്കൊക്കെ നല്ല കലിപ്പുണ്ട്. നമ്മുടെ ഐസ്ക്രീം കേസിൽ ആർക്കുണ്ട്? ജാൻമണിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ മോർണിംഗ് അവർ ഇന്നലെ റോക്കി ആയിട്ടൊരു കോംപ്രമൈസിങ് നോക്കി. എല്ലാവരും തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആൾക്കാരാണ്, ഇവരെല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ല, എന്നാൽ നല്ല രീതിയിലുള്ള ടോക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ അവർ ഒരുമിച്ച് ഉറങ്ങിയിട്ട് പിന്നെ യമന ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ ജാസ്മിൻ മാറി കിടന്ന മറ്റു കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ജാസ്മിനെ പറ്റിയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് കംഫർട്ടാണ്. ഈവൻ ഗബ്രിയുടെ കൈ പിടിക്കുമ്പോൾ ജാസ്മിൻ്റെ ഉമ്മയുടെ കൈ പിടിക്കണ മാതിരിയാണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണോ അറ്റാച്ച് ആവുന്നത് അയാൾക്ക് വേണ്ടി ഭയങ്കര കെയറിങ് ആയിരിക്കും. A to Z കാര്യങ്ങൾ സ്വന്തം കാര്യം നോക്കാതെ പോലും കെയർ ചെയ്യും. ഇവിടെ ഗബ്രി ജാസ്മിനെ കെയർ ചെയ്യുന്നേക്കാൾ കൂടുതൽ ജാസ്മിൻ ഗബ്രിയെ കെയർ ചെയ്യുന്നുണ്ട്. ഇൻ ഓൾ സെൻസ് എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും എൻ്റെ സുഹൃത്ത് ചെയ്തത് തെറ്റാണെങ്കിൽ പോലും അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കും, പക്ഷേ മറ്റുള്ളവരുടെ മുന്നോട്ട് ഇട്ട് കൊടുക്കില്ല എന്നുള്ളൊരു വൈബോട് കൂടിയിട്ടാണ് ജാസ്മിൻ അവിടെ ഫുൾ കെയറിൽ നിൽക്കുന്നത്. അതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഇപ്പോൾ ഈ ജാസ്മിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന്, അല്ലെങ്കിൽ ജാസ്മിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇടുന്ന കമൻസും കാര്യങ്ങളൊക്കെ, ആ കമൻറ്റ് ഇടുന്ന ആളുകളുടെ എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങളുടെ അമ്മോടും പെങ്ങളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അമ്മയും പെങ്ങളും ഇങ്ങനെയൊന്നും കാണിക്കുന്നത്, നീ കുട്ടി എന്താ കാണിക്കുന്നത്? ഈ കുട്ടി അവിടെ ഗെയിം കളിക്കുന്നു, അവിടെ അയാൾക്ക് കംഫർട്ടായിട്ട് ആളുടെ കൂടെ ഇരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ചില ആൾക്കാരുടെ പ്രശ്നം, സദാചാരം പറയുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്ന ടീംസുകളാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ ആ ഒരു സൂക്കേടിൻ്റെ വിമ്മിഷ്ടം കമൻറ്റ് ബോക്സിലായിട്ടും അല്ലെങ്കിൽ മൗത്ത് മാർക്കറ്റിലൂടെയും പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഗബ്രിയായിട്ട് ഇരിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റ് കണ്ടസ്റ്റന്റിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ആളുകളുടെ വിഷയം. ഇതൊന്നും ഹിന്ദിയിലും തമിഴിലും ഒന്നും ഒരു വിഷയമല്ല, ഇതൊന്നും മാറ്ററേ അല്ല. അത് കാരണം പ്യുവർലി അവരുടെ ഇഷ്ടമാണ്. ഗെയിം എങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രം നമ്മൾ കണ്ടന്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടുത്തെ ചില ആളുകൾ അതിന് ഭയങ്കര സംഭവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ കാലത്ത് അവർ പാട്ടൊക്കെ പാടി നല്ല ഇതായിട്ടാണ് എണീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഇവരുടെ ഈ കൂട്ടുകെട്ടിനൊക്കെ പറഞ്ഞിട്ടും ഇവരിത് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത്, ഗബ്രിയും ജാസ്മിനും ഒരുപക്ഷെ പറഞ്ഞിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഈ കുരു പൊട്ടിക്കാന്ന് കേട്ടിട്ടില്ല, അവർക്ക് ഇത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്ത് അവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യിക്കാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പറഞ്ഞിട്ടും ഒന്നില്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടമായിരിക്കും, അതല്ലെങ്കിൽ അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് കാലത്ത് ആ ഒരു പാട്ടും സാധനങ്ങളൊക്കെ കണ്ടിട്ട് മറ്റ് വീട്ടിലെ കണ്ടസ്റ്റൻസിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ് കൂടുതൽ എനിക്ക് തോന്നിയത്. ഇപ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ ദ വൈൽഡ് കാർഡ് എൻട്രി. ഒരു അടിപൊളി വൈൽഡ് കാർഡ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇവരുടെ കൂടെ ചേരുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എതിരായിട്ട്, കാരണം പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഈ വൈൽഡ് എൻട്രി മച്ചാൻ കയറാൻ പോകുന്നത്. ആ ഒരു സമയത്ത് കയറി ചെന്നിട്ട് അയാൾക്ക് വേണമെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാം, അയാൾക്ക് വേണമെങ്കിൽ സംഭവങ്ങളൊന്ന് മാറ്റിത്തിരിക്കാം, അല്ലെങ്കിൽ പവറിൽ നിൽക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ പണി കൊടുക്കാം. അപ്പോൾ ഏത് സൈഡിൽ നിന്നും പണി കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും നിൽക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സിമ്പിളി ഇതൊരു ഗെയിം റിയാലിറ്റി ഷോ ആണ്. സമ്മറിൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു മനോഹരമായ കമൻറ്റ് ഞാൻ കാണാനിടയെ. അയാൾ പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മാനിക്കുമ്പോൾ എല്ലാം മാനിക്കണം, പക്ഷെ അധികമായ അമൃതം വിഷമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് വൈബ്സ്.